ചെറുതുരുത്തിയെ പോണേൻ്റെ തലേ ദിവസമാണ് കേട്ടോ അത്. അതായത് കോലഴിയിലെ എൻ്റെ ലാസ്റ്റ് ഉച്ചയുറക്കം. അതായത് ഇനി വരില്ല എന്നല്ല, ഇനിയും വരും. എന്നാലും ഇപ്രാവശ്യം കുറച്ച് കൂടുതൽ ദിവസം നിന്നുകൊണ്ട് തന്നെ എനിക്കെന്തോ ഭയങ്കര ഒരു വിഷമമായിരുന്നു കേട്ടോ. എനിക്ക് എല്ലാവരെയും കണ്ടിട്ട് പോകണം, സംസാരിച്ചിട്ട് പോകണം, അങ്ങനെയൊക്കെ ഒരു തോന്നൽ. അപ്പോൾ ഞാൻ വേഗം നീതുവിനെ വിളിച്ചെടുത്തി. ഒന്നല്ലേ ഞങ്ങൾ അങ്ങോട്ട് പോകാറുണ്ട്, അല്ലെങ്കിൽ അവൾ ഇങ്ങോട്ട് വരാറുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി കുറച്ച് നേരം വർത്താനം പറയാമെന്നൊക്കെ പറഞ്ഞു. അപ്പം നീതു ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പെട്ടെന്ന് ഉറങ്ങി എണീറ്റ് ഞാൻ കുറച്ച് തുണികളുണ്ടായിരുന്നു, അത് കൈയോടെ ഒതുക്കി ബാഗിൽ വെക്കാമെന്ന് വിചാരിച്ചു. എത്രത്തോളം പണിയും കുറഞ്ഞു കിട്ടും, ചിലപ്പോൾ വല്ലതൊക്കെ മറന്നു പോയാലോ വിചാരിച്ചിട്ട് എല്ലാം കിട്ടിയതൊക്കെ വേഗം ബാഗിൽ ഒതുക്കി വെച്ച്. പിന്നെ നീരവ് എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവ എന്തൊക്കെയോ കണിയാണ്ടത് പറയുന്നുണ്ട്. ഇതാണ് കേട്ടോ 2 ട്രൗസർ മേടിച്ചു പറഞ്ഞു. പിന്നെ ഇത് ബർത്ത്ഡേക്ക് സനേഷ് ചേട്ടൻ്റെ വക ഒരു ഷർട്ടായിരുന്നു. ഞാൻ തന്നെയാണ് സെലക്ട് ചെയ്തത്, ഞാനും അച്ഛനും കൂടി. എന്നാലും ചേട്ടനാണ് പൈസ തന്നത്, അതാണ് അതിൻ്റെ വ്യത്യാസം. ബർത്ത്ഡേ ആണല്ലോ ആഘോഷിച്ചത്, നാളെ ആഘോഷിച്ചിട്ടില്ല, നാളെ അടുത്ത മാസം വരണത്. അപ്പോൾ എന്തായാലും അന്ന് അമ്പലത്തേക്ക് പോകുമ്പോൾ അത് ഇട്ട് കൊടുക്കാൻ വെച്ചിട്ട് ഞാനത് തൊട്ടിട്ടില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ കയ്യോടെ വേഗം ബിസ്ക്കറ്റൊക്കെ അവന് കൊടുത്തിട്ട് പിന്നെ അതൊക്കെ തീറ്റ കഴിഞ്ഞ് ഞങ്ങൾ ആ നീതുവിനെ കാത്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പുറത്തിറങ്ങിയപ്പോൾ കരട് കണ്ടത്. അപ്പോൾ അത് വേഗം ഒന്ന് അടിച്ചെടുത്താലോ വിചാരിച്ചപ്പോൾ മതിലിൻ്റെ ഇടയിൽ നിന്ന് ഒരു കുഞ്ഞി ശബ്ദം, നീരിച്ചേട്ടാ ഒരു പാത്രം ഇളങ്ങിയ സൗണ്ട് കേട്ടില്ല. അതെൻ്റെ ചിരിയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ കേക്കൊക്കെ കൈയോടെ കൊടുത്തു പാച്ചുവിനും നീരവനും കൂടിയിട്ട്. അവർ രണ്ടാളും കൂടി കഴിക്കാൻ കേട്ടോ. പാച്ചുനോട് ചോദിക്കായിരുന്നു എന്താണ് സ്പെഷ്യൽ, കേക്ക് തരാൻ എന്താ കാരണം, നീരുചേൻ്റെ ബർത്ത്ഡേ ആണെന്ന് ഞാൻ തന്നെ പറഞ്ഞു കൊടുക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ് നീതു ഞങ്ങളുടെ കൊച്ചു പൂന്തോട്ടത്തിൽ കയറിയപ്പോൾ അവിടെ നിൽക്കണ മുള്ളുള്ള അതിനെന്ത് പേര് പറയും ഞാൻ മറന്നു, ആ മരം എന്തിനാ അവിടെ വെച്ച് പിടിപ്പിക്കണേന്നൊക്കെയാണ് ചോദിക്കുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുത്തെ പൂന്തോട്ടമൊക്കെ കണ്ട് പിന്നെ അശ്വതിയുടെ അടുത്തേക്ക് പോയിട്ടോ. അവിടെ ആമിയും ഐശുവൊക്കെ ഉണ്ട്. എനിക്ക് ഐശു ഇതാണ് ഞങ്ങളുടെ കുടുംബത്തിൽ നല്ല താപവൾക്ക് നല്ല ഇഷ്ടമാട്ടോ, നല്ല ക്യൂട്ട് വർത്താനാ. അപ്പോൾ അവളുടെ കൂടെ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ചിരിയും കളിയൊക്കെ. അതിൻ്റെ ഇടയിൽ മഴക്കാടൊക്കെ വന്നു കേട്ടോ. അപ്പോൾ മഴ പെയ്യുമെന്നൊരു തോന്നലുണ്ടായിരുന്നു. എന്നാലും ആ വലുതാണ് കേട്ടോ, ആമി ചെറുത് ഐശു. നല്ല രസമാണ് കേട്ടോ ഇവർ കാണാനും, നല്ല ക്യൂട്ട് കുട്ടികളാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം നിന്ന് മഴക്കാടൊക്കെ കണ്ടപ്പോൾ മെല്ലെ ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ വർത്താനം പറഞ്ഞ് പകുതി ദൂരം ഞാൻ നീതുവിൻ്റെ കൂടെ നടന്ന് എന്നോട് വരണ്ടാന്നൊക്കെ പറഞ്ഞു കേട്ടോ. എന്നാലും ഞാൻ പോയി. അങ്ങനെ ലാസ്റ്റ് ദിവസമായാലും നല്ല സന്തോഷത്തോടെ പിരിയാന്ന് വെച്ചു. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു ഇനി അടുത്ത വീഡിയോയിൽ.